ഒരു കപ്പ് റവയുണ്ടോ എങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്സ് ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഇത് വിടൂല, അത്രയും ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈ ഒരു വെജിറ്റബിൾ റവ ദോശ. റവയും വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു റവ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കറി പോലും ആവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കക്കിരിയുടെ പകുതി, ചെറിയൊരു ക്യാരറ്റ്, ഒരു സവോള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതാ നമുക്ക് ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. ഇനി ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ 1/4 കപ്പ് ഞാൻ തൈരാണ് ചേർക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ തൈര് ചേർത്തുണ്ടാക്കിയപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തൈരില്ലെങ്കിൽ മുഴുവനും വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ പച്ചക്കറികളിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞല്ല എടുത്തത്, ഗ്രേറ്റ് ചെയ്തതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ ഈ വെജിറ്റബിൾസ് തിന്നാൻ മടിയുള്ളവരൊക്കെ അതെടുത്ത് കളയല്ലോ. ഇതാകുമ്പോൾ അറിയ പോലും ഇല്ല കേട്ടോ, അവർ കഴിച്ചോളും. എന്നിട്ട് ഇതാ ഒരു സവോള, മീഡിയം സൈസ് സവോള ഇതുപോലെ കുഞ്ഞതായിട്ട് അരിയുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അധികം എരിവില്ലാത്തതാണ് നല്ലത്. പിന്നെ അതാ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. പിന്നെ അതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് ചേർത്തല്ലോ, ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാവും. കാര്യമായിട്ട് കക്കിരിയിലൊക്കെ നല്ല വെള്ളം അടങ്ങിയിട്ടുള്ളതാണല്ലോ, മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തും അതുപോലെ രാവിലെ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ഈ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. ഒന്ന് കഴിച്ചാൽ വീണ്ടും അവർ ചോദിക്കും, അത് ഉറപ്പാട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ദോശ. അപ്പോൾ അതാ നമുക്കൊരു 10 മിനിറ്റ് ആ മിക്സാക്കി വെച്ചത് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഈ റവയൊക്കെ കുതിർന്നിട്ട് അതിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അധികം വെള്ളം ഒഴിക്കാതെ നമുക്ക് തവിയിൽ വെച്ചിട്ട് കൈകൊണ്ട് പരത്തിയിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി അങ്ങനെ ചുട്ടെടുക്കട്ടോ. അട പോലെ അങ്ങനെ ചുട്ടാലും ഭയങ്കര രസമാണ് കഴിക്കാൻ. പക്ഷേ ഞാൻ ഇന്നിവിടെ ദോശ പോലെ, അതായത് നമ്മൾ കുറച്ച് കട്ടിക്ക് ചുടുന്ന ദോശയില്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എങ്ങനെ ചെയ്താലും ഇത് ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ലേ. അപ്പോൾ അതാ നമ്മളൊരു പാൻ, അതായത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഉള്ളിൻ്റെ കഷ്ണം എടുത്താട്ടോ ആക്കിയത്. അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. എന്നിട്ട് ഇതാ നമ്മൾ അതിൻ്റെ നടുവിൽ ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ട് പരത്തിയെടുക്കുക. നമുക്ക് ഇഷ്ടത്തിന് ഇത് പരത്താനൊക്കെ പറ്റും കേട്ടോ. കട്ടിയാണെങ്കിലും അധികം അങ്ങ് വലുതാക്കണ്ട, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. കുറച്ചൊരു കട്ടിക്കാണ് ഇത് ഉണ്ടാവുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് സമയം വെച്ചതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. കണ്ടോ, നല്ല കളറ്, ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി അതിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കാം. അത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രാവിലെ വിറകടുപ്പിലൊക്കെ കൈവച്ച് പരത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അടയുടെയൊക്കെ ആ ടേസ്റ്റില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇതുപോലെയുള്ള പല പലഹാരങ്ങളും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, റവ വെച്ചും അല്ലാതെയും ഒക്കെ. പക്ഷേ എനിക്ക് ഇത് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളതിൽ ആ വെജിറ്റബിൾസും തേങ്ങയൊക്കെ ഇട്ടത് അതുകൊണ്ടായിരിക്കും. കുട്ടികളൊക്കെ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഇതൊരു വട്ടം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കാരണം അവർ വീണ്ടും വീണ്ടും ഇതെന്തായാലും നിങ്ങളോട് ചോദിച്ച് വാങ്ങി കഴിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കറീൻ്റെ ആവശ്യം തന്നെയല്ല കേട്ടോ. ഞാൻ ശരിക്കും ചൂടോടെ ഇങ്ങനെ തന്നെ മുറിച്ച് കഴിച്ചതായിരുന്നു. ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. അങ്ങനെ അതാ തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ടിട്ട് വെന്ത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു മാവ് കൊണ്ട്, ഒരു കപ്പ് മാവ് കൊണ്ട് നമുക്കൊരു 8 ദോശ വരെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം ഒന്നോ രണ്ടോ ഒരു രണ്ടെണ്ണമൊക്കെ തിന്നാൽ തന്നെ നമ്മളെ വയറ് ഫില്ലാവും കേട്ടോ. അത്യാവശ്യം വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്കിത് കഴിച്ചാൽ വയറും ഫില്ലാവും, ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.